is Imran, Ali Imran. ബാക്കിയുള്ളവരോടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. രാവിലെ ഇവിടെ ഒരു ചെറിയ വഴക്കുണ്ടായി. അതിനുശേഷം അവർ ആണുങ്ങളെ മുഴുവൻ മാറ്റി. നിങ്ങളെ രക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്ക് ഞങ്ങൾ ഓപ്പറേഷൻ ആരംഭിക്കും. അരമണിക്കൂറിനകം എല്ലാം തീരണം. എന്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ പുറത്തേക്ക് വരാവുള്ളൂ. പുറത്തെന്ത് ബഹളമോ ഒച്ചയോ കേട്ടാലും നിങ്ങൾ ആരും പേടിക്കരുത്. ഇതൊരു ഗാഡ്ജറ്റാണ്. ഇതിന്റെ മോണിറ്റർ എന്റെ പക്കലുണ്ട്. 1 കിലോമീറ്റർ വരെ ഇതിന്റെ സിഗ്നൽ എനിക്ക് കിട്ടും. ഇത് മിനിയുടെ കഴുത്തിൽ കിടന്നാൽ ആരും സംശയിക്കില്ല. ഓൾ ദി ബെസ്റ്റ്. നാളെ രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. എന്താ പറഞ്ഞത്? പറയാം. സമയം തീരാൻ 2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. എന്ത് തീരുമാനിച്ചു? ഹലോ ചാൾസ്. എന്താ ഉത്തരം മുട്ടിയോ? അതോ പുതിയ നുണയൊന്നും സ്റ്റോക്കില്ലേ? അവരിൽ ഒരാളുടെ എണ്ണം കൂടി കുറഞ്ഞിരിക്കുന്നു. ഡെഡ് ബോഡി സ്പോട്ടിലുണ്ട്. അടുത്തത് നാളെ പ്രതീക്ഷിക്കാം. ഞാൻ വെളുപ്പിന് കൃത്യം 5 മണിക്ക് വിളിക്കും. അതിനുള്ളിൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇൻക്രെഡിബിൾ. ഞാൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോഴെങ്കിലും നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ ഇനിയും ഇത് സംഭവിക്കും. ഒരു കേന്ദ്രമന്ത്രി അടക്കം 10-15 പേരുടെ ജീവനേക്കാൾ പ്രിയം ഒരു വമ്പന്റെ മെയ്മിടുക്കും അഭ്യാസവും കാണാൻ വേദിയൊരുക്കുക എന്നുള്ളതാണെങ്കിൽ വെൽ, പിന്നെ എനിക്കൊന്നും പറയാനില്ല. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമല്ല. ഇമ്രാനെ വിളിച്ചു വരുത്തിയത് ഏകപക്ഷീയമായിട്ടല്ല, നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സോ വാട്ട്? അയാളെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. ട്രെയിനിങ്ങും അച്ചടക്കവുമുള്ള നമ്മുടെ ഫോഴ്സിന് സാധിക്കാത്തത് ഒരൊറ്റയാന് സാധിക്കുമെന്ന് കരുതിയത് തന്നെ അബദ്ധം, മഹാബദ്ധം. അതും സർവീസിൽ നിന്നും പിരിഞ്ഞുപോയ ഒരു ധിക്കാരി. സർ, ഐ ആം സപ്പോസ് ടു ബി ദി ഹെഡ് ഓഫ് ദി പോലീസ് ഫോഴ്സ് ഇൻ ദ സ്റ്റേറ്റ്. അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്റെ അഭിപ്രായത്തെ മാനിക്കണം. ഇനി ഇത് നമ്മുടെ പരാജയമാണെങ്കിൽ പോലും ആ നിരപരാധികൾക്ക് വേണ്ടി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ചാൾസുമായി നെഗോഷിയേറ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. ഹോം സെക്രട്ടറി എന്ത് പറയുന്നു? ഇമ്രാൻ അവരെ രക്ഷപ്പെടുത്തുന്ന ഉറപ്പില്ലെങ്കിൽ മിസ്റ്റർ മാത്യൂസ് പറഞ്ഞ പോലെ മിസ്റ്റർ മേനോൻ എന്ത് പറയുന്നു? മാത്യു സാർ പറയുന്നതിൽ എന്തൊക്കെ ന്യായങ്ങൾ ഉണ്ടായിരുന്നാലും എനിക്കതിനോട് യോജിക്കാനാവില്ല. പിന്നെ നമ്മളൊരാളെ ഒരു ജോലി ഏൽപ്പിച്ചു. അയാൾ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ കുപ്പായം ഇട്ടുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ മറ്റുള്ളവരെ കരുവാക്കുന്നത് ഇതുപോലൊരു സാഹചര്യത്തിലല്ല. ക്ഷമിക്കണം സർ, നിങ്ങൾ കുറെ നേരമായല്ലോ നിന്ന് പ്രസംഗിക്കുന്നു. ഈ കുപ്പായത്തിന്റെ വില നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാം. എന്ത് സ്വാർത്ഥതയാണ് ഞാൻ കാണിച്ചത്? അതെ, മേനോൻ തന്നെ. കുറെ നേരമായി ഞാനിത് സഹിക്കുന്നു. എനിക്കെന്താ സ്വന്തം താല്പര്യം? എനിക്കത് അറിയണം. മിസ്റ്റർ മേനോൻ, താമ്പോടോ, നിങ്ങൾ പറ, എനിക്കെന്താ സ്വന്തം താല്പര്യം? ഞാൻ പറയണം. പറയണം. മനസ്സില്ലെങ്കിൽ മനസ്സുണ്ടാവണം. മിസ്റ്റർ മേനോൻ, ഒരാളെ കുറിച്ച് ഇല്ലാത്ത ആരോപണം പറയുമ്പോ Will you stop it? I said stop it. മിസ്റ്റർ മാത്യൂസ് വരണം. വരണം. മിസ്റ്റർ മാത്യൂസ്, നാളെ പുലർച്ചെ 5 മണിക്ക് വിളിക്കുമെന്നല്ലേ ചാൾസ് പറഞ്ഞിരിക്കുന്നത്? അതെ സർ.
മിസ്റ്റർ ഇമ്രാൻ ഇപ്പൊ എവിടെയുണ്ട്? പാലസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആ പാലസുമായി ബന്ധപ്പെട്ട ഒരു തമ്പുരാനെ കാണാൻ പോകുന്നുവെന്നാണ് അയാൾ എന്നെ അവസാനമായി കണ്ടപ്പോൾ പറഞ്ഞത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല സർ. പക്ഷെ അയാൾ നമ്മളുമായി ബന്ധപ്പെടും, എത്ര ലേറ്റ് ആയാലും. അയാൾ ബന്ധപ്പെടട്ടെ, ബന്ധപ്പെടാതിരിക്കട്ടെ. പുലർച്ചെ 5 മണി വരെ അയാൾക്ക് സമയമുണ്ട്. അതിനുള്ളിൽ അയാളുടെ ജോലി അയാൾ ഭംഗിയായി നിർവഹിക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷേ അതിനു മുമ്പ് അയാൾ നമ്മളെ ബോധ്യപ്പെടുത്തണം അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഉച്ചയ്ക്ക് അയാൾ എന്നോട് പറഞ്ഞത് നാളെ രാത്രി 12 മണിക്ക് മുമ്പ് തടവുകാരെ മോചിപ്പിക്കാമെന്നാണ്. നോ, ദ ഡെഡ്ലൈൻ ഈസ് 5 o'clock മോർണിംഗ്, നോട്ട് എ മിനിറ്റ് മോർ. അതിനുള്ളിൽ അയാൾക്ക് അത് സാധിച്ചില്ലെങ്കിൽ അയാൾക്ക് പിൻവാങ്ങാം. ഇതാണ് എന്റെ തീരുമാനം. ഇതിനൊരു മാറ്റവുമില്ല. മിസ്റ്റർ മേനോൻ, ചാൾസുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 5 മണിക്ക് വയർലെസ് റൂമിൽ ഞാൻ കാണും. ഐ വിൽ ഡീൽ ഇറ്റ്. സർ, ആ ഇരിക്കും. ഞാൻ സാറിനെ ഓഫീസിൽ തിരക്കി ഗസ്റ്റ് ഹൗസിൽ അന്വേഷിച്ചു. അവിടെ എങ്ങും കണ്ടില്ല. അതാ ഇങ്ങോട്ട് വന്നത്. എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. ഞാൻ പാലസിനകത്ത് കയറി അവരെ കണ്ടു. നാളെ രാത്രി 8നും 8:30ക്കും ഇടയ്ക്ക് അവരെ രക്ഷപ്പെടുത്താൻ എത്തുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവർ തയ്യാറായിരിക്കും. സാറെന്താ ഒന്നും മിണ്ടാത്തത്? ചാൾസ് തന്ന അൾട്ടിമേറ്റം നാളെ രാവിലെ 5 മണി വരെയാണ്. അതിനുള്ളിൽ എന്തെങ്കിലും നടന്നില്ലെങ്കിൽ അയാളുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം? ഒരാൾ കൂടി മരിച്ചു. നാളെ രാവിലെ 5 മണിക്കുള്ളിൽ എന്തെങ്കിലും നടന്നില്ലെങ്കിൽ ഇമ്രാൻ, ഒരു കൂട്ടക്കൊല ഒഴിവാക്കാനുള്ള ചുമതല ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് നോ സർ, നിങ്ങൾക്ക് തെറ്റുപറ്റി. റാം സിംഗിന്റെയും ബാലകൃഷ്ണന്റെയും ഇപ്പോൾ വൈശാഖിന്റെയും മരണം തങ്ങളുടെ ഭീകരത കൂട്ടാൻ വേണ്ടിയോ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയോ ചാൾസ് കരുതിക്കൂട്ടി ചെയ്തതല്ല. റാം സിംഗ് എതിർക്കാൻ ശ്രമിച്ചപ്പോഴും ബാലകൃഷ്ണനും വൈശാഖനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴുമാണ് കൊല്ലപ്പെട്ടത്. വൈശാഖന്റെ മരണത്തിന് ഞാൻ ദൃക്സാക്ഷിയാണ്. ഇനി ഞാൻ പറയുന്നത് സാർ വിശ്വസിക്കേണ്ട. അല്പം കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കും. രാത്രി 10 മണി വരെ അൾട്ടിമേറ്റം തന്ന ചാൾസ് 7 മണിക്ക് ഒരാളെ കൊല്ലുമോ? അതുകൊണ്ട് അയാളുടെ ഒരു ചാൻസ് കുറയുകയല്ലേ? സോ ഇറ്റ്സ് എവിഡന്റ് വൈശാഖന്റെ മരണത്തെ അയാൾ മുതലെടുത്തതാണ്. നിങ്ങൾ ആ ഭീഷണിക്ക് വഴങ്ങി. സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ചാൾസ് ഒരു തീവ്രവാദിയൊന്നുമല്ല. ഹീസ് ജസ്റ്റ് എ ക്രിമിനൽ. അയാളുടെ ലക്ഷ്യം പണമാണ്. അതുകൊണ്ട് തന്നെ അയാൾ വെയിറ്റ് ചെയ്യും. രാവിലെ 5 മണിക്ക് ചാൾസ് വിളിക്കുമ്പോൾ അവനെ ഞാൻ ഡീൽ ചെയ്തോളാം. നടക്കില്ല ഇമ്രാൻ. അവരെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഞാൻ ശ്രമിച്ചു നോക്കി, നടന്നില്ല. നാളെ രാവിലെ 5 മണിക്ക് മുമ്പ് നിനക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലത്. പക്ഷെ നീ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം നീ അതിൽ വിജയിക്കുമെന്ന്. ഇല്ലെങ്കിൽ നിനക്ക് പിന്മാറും. ആർക്കും പരാതി ഉണ്ടാവും. 48 മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങൾക്കിത് തോന്നിയില്ലല്ലോ? എന്റെ സഹോദരിയുടെ വിവാഹം പോലും ഉപേക്ഷിച്ചിട്ട് വന്ന എന്റെ ആത്മാർത്ഥതയെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുത് സാർ. സാർ, എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ബാപ്പേ ഉള്ളൂവെന്ന്. എനിക്കറിയാം ഞാൻ തുടങ്ങി വെച്ച ജോലി എങ്ങനെ പൂർത്തിയാക്കണമെന്ന്. തനിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അവിചാരിതമായി ഉണ്ടായ ഈ സംഭവം ഭാഗ്യമായി കരുതുന്നവർ? തന്നോട് ഒരു താല്പര്യമില്ലാത്ത പോലെയാണല്ലോ ഗവൺമെന്റ് നിലപാട്. എനിക്കറിയില്ല. താൻ അറിയും. നാളെ രാവിലെ അവരോട് ഫോണിൽ പറയുമ്പോൾ. എന്ത് പറയുമ്പോ? എന്റെ ഡിമാൻഡ്സ് അംഗീകരിക്കാൻ. ഇല്ലെങ്കിൽ റീത്തുമായി പിന്നെ അവർ വന്നാൽ മതി സ്വീകരിക്കാൻ. റീത്തുമായി അവർ വരേണ്ടി വരും. എന്നാലും തന്റെ ഭീഷണിക്കാൻ വഴങ്ങില്ല. ടേക്ക് ഹിം ഔട്ട്. ഇതിങ്ങനെ ഒരു തീരുമാനമാകാതെ പോയാൽ 3 ദിവസം കഴിഞ്ഞു, 3 മരണമായി. എന്താ നിനക്ക് മടുത്തോ? ഇതിനൊരു പോംവഴിയേ ഉള്ളൂ. ഒന്നുകിൽ വിജയം, അല്ലെങ്കിൽ ആശ്വാസമായി. നീ ധൈര്യമായിട്ട് വയ്ക്കോ. ഏറ്റവും ലീസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ്സ് വരെ
ഡിറ്റക്ട് ചെയ്യാൻ ശേഷിയുള്ളതാണിത്. റോഹൻ, സംഗതി പാളിയാൽ നടക്കാത്ത കാര്യമാണെങ്കിൽ ഞാനിതിൽ ഇടപെടില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഇനി സ്വല്പം മിനുക്കുമണി കൂടിയേ ബാലൻസ് ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഞാൻ റെഡി. ഓക്കെ. ഹലോ, എന്താ ഇവിടെ? അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. വരൂ. എങ്ങോട്ട്? ചാൾസിന് എന്തോ പറയണം. എങ്കിൽ ഞാൻ കൂടി വരാം മോളെ. നോ, മിനി തനിയെ വരാനാ പറഞ്ഞത്. ഞാൻ പോയിട്ട് വരാം. ഇന്ന് രാത്രി നമുക്കിവിടെ കഴിയാം. എന്താടാ? ഇവരെന്താ ഇവിടെ? ആവശ്യമുണ്ട്. നീ ആരാ ചോദിക്കാൻ? പോയിക്കോളൂ. എന്താ മോളെ? മോളെ എന്താ? ഒന്നുമില്ല.